നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമി ജെയ്സെറ്റ് ക്ലാസ്സസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 എക്സ് ഉണ്ട്, ഒന്ന് എ ഒന്ന് ബി. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേതാണ് റോ എഗ്ഗ്, ഏതാണ് ബോയിൽഡ് എഗ്ഗ് എന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ലല്ലേ, എനിക്കും അറിയത്തില്ല. അപ്പോൾ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എഗ്ഗ് എടുക്കുന്നു, എഗ്ഗ് എടുക്കുന്നു, അത് ടേബിളിൽ വെക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാം, ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടല്ലോ, റൊട്ടേറ്റ് ചെയ്യുന്നു, കുറച്ച് സമയം റൊട്ടേറ്റ് ചെയ്ത് നിന്ന് പോകുന്നു. അടുത്തത് ഞാൻ ബി എന്നുള്ള എഗ്ഗ് എടുക്കുവാണേ. ബി എന്നുള്ള എഗ്ഗ് എടുക്കുന്നു, അത് ടേബിളിൽ വെക്കുന്നു, അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇനി വീണ്ടും ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്യാം. ബി എന്നുള്ള എഗ്ഗ് എടുക്കുന്നു, ടേബിളിൽ വെക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഏത് എഗ്ഗാണ് കൂടുതൽ സമയം കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഏതെങ്കിലും മനസ്സിലായോ? എ ആണോ ബി ആണോ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് റോ എഗ്ഗ്, ഏതാണ് ബോയിൽഡ് എഗ്ഗ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. ഓക്കെ, എന്നാൽ ബോയിൽഡ് എഗ്ഗിനെ റോ എഗ്ഗിനെ തിരിച്ചറിയാൻ വേണ്ടി ഉള്ള വേറൊരു എക്സ്പെരിമെൻ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും എ ബി എഗ്സ് എടുക്കുന്നു. ആദ്യം ബി എന്നുള്ള എഗ്ഗ് എടുത്തിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ബി നമ്മൾ എഗ്ഗ് എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. എഗ്ഗ് എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, എൻ്റെ കൈ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, എന്താ കണ്ടത്? നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു കാണുമല്ലോ. അതിന് നമ്മൾ ശേഷം എ എന്നുള്ള എഗ്ഗ് എടുക്കുന്നു, ഇതേ സെയിം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഒന്നിട്ട് നോക്കിക്കോണേ. എ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, ഞാൻ കൈ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, എ എഗ്ഗ് റൊട്ടേറ്റ് ചെയ്ത് ഞാനതിനെ സ്റ്റോപ്പ് ചെയ്ത ശേഷവും അത് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ബി എഗ്ഗ് എന്ത് ചെയ്യുന്നു നോക്കിയേ, അത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഞാൻ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അത് നിൽക്കും. എന്നാൽ എ എഗ്ഗ് ഞാൻ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്ത ശേഷവും കണ്ടോ അത് വീണ്ടും ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും, ഇത് രണ്ടും ഒരേ എഗ്ഗ് ആണോ എന്ന് സംശയം കാണത്തില്ലേ? സംശയം ഇപ്പം തീർത്ത് തരാം. നോക്കിയോണേ. എ എന്നുള്ള എഗ്ഗ് നമ്മൾ എടുക്കുന്നു, പൊട്ടിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. എ എഗ്ഗ് എന്ന് പറയുന്നത് റോ എഗ്ഗ് ആയിരുന്നു കേട്ടോ. ബി എഗ്ഗ് നോക്കാം. ബി എഗ്ഗ് നമ്മൾ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ഇതിൻ്റെ റീസൺ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏവരും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതുപോലുള്ള ഒത്തിരി നല്ല നല്ല കണ്ടൻസും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കാണണം. നീറ്റ് റിലേറ്റഡ് ആയിട്ടും JEE റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ബോർഡ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ചാനലിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഏവരും ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ഏവർക്കും ബൈ.